നിലമ്പൂർ MLA PV അൻവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെളിപാടുകൾ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ വല്ലാത്ത പ്രതിസന്ധിയിലാണ് എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഘടകകക്ഷികളെല്ലാവരും അമ്പരന്ന് നമ്മൾ വിശ്വാസമർപ്പിച്ച മുഖ്യമന്ത്രി ഇങ്ങനെയായിരുന്നു എന്ന് സംശയിക്കുന്നു. പാർട്ടിക്കകത്ത് തന്നെയുള്ള വലിയൊരു വിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കും അനുഭാവികൾക്കും സഹയാത്രികർക്കൊക്കെ ഇതേ അമ്പരപ്പ്, ഇതേ ഉത്കണ്ഠ, ഇതേ ആകാംക്ഷയുണ്ട്. അൻവർ തുടങ്ങിയത് പത്തനംതിട്ട SP ആയി പോയ മലപ്പുറത്തെ മുൻ പോലീസ് സൂപ്രണ്ടിനെതിരായിട്ടായിരുന്നു. അതിനു മുമ്പ് മലപ്പുറത്ത് നിലവിലുള്ള പോലീസ് സൂപ്രണ്ടിനെതിരായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ADGPക്ക് നേരെ വിരൽ ചൂണ്ടി. ADGPയുടെ തൊട്ട് പുറകിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ പരമവിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും വെറുതെ വിട്ടില്ല. അൻവർ പരോക്ഷമായിട്ട് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം. കാരണം മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനും നാട്ടിലെ യഥാർത്ഥ ആഭ്യന്തരമന്ത്രിയുമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ ഒരു കോടാലി കൈയാണ് ADGP അജിത് കുമാർ. ഈ അജിത് കുമാർ ചെയ്യുന്ന എല്ലാവിധ വഷളത്തരത്തിനും എല്ലാവിധ കൊള്ളരായ്മകൾക്കും എല്ലാവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പ്രത്യക്ഷത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും പരോക്ഷമായി മുഖ്യമന്ത്രിയുടെയും ആശീർവാദമുണ്ട്, അംഗീകാരമുണ്ട്. പോലീസ് സേനയിലെ ഏറ്റവും പ്രഗത്ഭനായ P. വിജയൻ IPSനെ സസ്പെൻഡ് ചെയ്ത് തികച്ച് സാങ്കല്പികമായ കാരണങ്ങളുടെ പുറത്തായിരുന്നു. അപ്പോൾ അജിത് കുമാറിന് ഇഷ്ടമില്ലാത്ത ഒരാളും പോലീസിൽ വേണ്ട എന്ന ഒരു ധാരണയുടെ പുറത്താണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. അജിത് കുമാറിന് താല്പര്യമുള്ള ആൾ ക്രിമിനലായിക്കോട്ടെ, അഴിമതിക്കാരനായിക്കോട്ടെ, കഴിവില്ലാത്തവനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അയാളെ താല്പര്യമുള്ള സീറ്റിൽ ഏറ്റവും അധികം വിഭവ സമാഹരണം നടത്താൻ കഴിവുള്ള സ്ഥാനത്ത് നിയോഗിക്കും. അങ്ങനെ പോലീസ് സേന മൊത്തത്തിൽ കഴിവുകെട്ടവരുടെയും അഴിമതിക്കാരുടെയും ക്രിമിനലുകളുടെയും ഒരു കൂത്തരങ്ങായിട്ട് മാറി. ഇതാണ് നാട്ടിൽ സംഭവിച്ചിട്ടുള്ള വലിയ ഒരു വിപര്യം. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ, രമേശ് ചെന്നിത്തലയുടെ കാലത്ത് മറ്റെന്തൊക്കെ കുഴപ്പങ്ങളുണ്ടായിരുന്നെങ്കിലും ക്രമസമാധാന പരിപാലനം കൃത്യമായിട്ട് നടന്നിരുന്നു. പോലീസ് സേനയ്ക്ക് മീതെ രാഷ്ട്രീയ ഇടപെടൽ കൃത്യമായിരുന്നു. ഏറ്റവും കഴിവുള്ള ഉദ്യോഗസ്ഥരെ കൊള്ളാവുന്ന സ്ഥാനത്ത് നിയമിച്ചു അല്ലെങ്കിൽ നിയോഗിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ ഒരു മേന്മ, ഒരേ ഒരു നേട്ടം. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതിൻ്റെ നേർ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ്. സംസ്ഥാനത്തല്ല IPSൽ തന്നെ ഏറ്റവും കഴിവുകെട്ട ഉദ്യോഗസ്ഥനെ പോലീസ് മേധാവിയായിട്ട് നിയമിക്കുന്നു. അയാളുടെ കീഴിൽ സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തിയായ ഏതെങ്കിലും ഒരുത്തനെ വെക്കുന്നു. അയാൾ ഈ സംവിധാനത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും പല കാര്യങ്ങൾക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യും. നേരത്തെ ടോമിൻ തച്ചങ്കരിയായിരുന്നു, ഇപ്പോൾ അജിത് കുമാറായി. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ ദുർവിധി എന്ന് പറയുന്നത്. അപ്പോൾ അജിത് കുമാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യാളാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി പല വിധത്തിലുള്ള ഗുണ്ടായുസവും പലതരത്തിലുള്ള കുൽസിത പ്രവൃത്തികളും നടത്തി കഴിവ് തെളിയിച്ച ആളാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിട്ടുള്ളത്. അദ്ദേഹം RSS നേതാക്കളെ കണ്ടു എന്നുള്ളത് വലിയൊരു കണ്ടുപിടുത്തമായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. RSS നേതാക്കളുമായിട്ടും മുഖ്യമന്ത്രിക്ക് പലതരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ഇതൊന്നും പുതിയ കാര്യമല്ല. ഈ ആരോപണം സുധാകരനോ സുരേന്ദ്രനോ അല്ല VD സതീശനോ ഉന്നയിച്ചെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല. രാഷ്ട്രീയ പ്രേരിതം എന്ന് കരുതി തള്ളിക്കളയുമായിരുന്നു. പക്ഷേ ഉന്നയിച്ചത് അൻവർ ആയതുകൊണ്ടും അൻവർ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നതുകൊണ്ടും ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അൻവർ നടത്തിയ അശ്ലീല പരാമർശത്തെ വരെ നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി അംഗീകരിക്കുകയും ആദരിക്കുകയും അതിന് തോളത്ത് തട്ടി അഭിനന്ദിക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ അൻവർ വിരൽ ചൂണ്ടിയിട്ടുള്ളത്. അൻവറിൻ്റെ പുറകിൽ ആരാണ് എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. അൻവറിൻ്റെ പുറകിൽ തീർച്ചയായിട്ടും UAE കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില മൂലധന ശക്തികളുണ്ട്. അവർ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് അർഹമായതും അവിഹിതമായതുമായ ഒരുപാട് ആനുകൂല്യങ്ങൾ നേടിയെടുത്തവരാണ്. ഇപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് തോന്നിയോണ്ടാവും, അല്ലെങ്കിൽ അവർ ചോദിച്ച എന്തെങ്കിലും കാര്യം നിവർത്തിച്ചു കൊടുക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പോരായ്മ ഉണ്ടായതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പുതിയതായി ഈ സ്ഥാനത്തേക്ക് വരും എന്ന് അവർ വിചാരിക്കുന്ന ആളുകളിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. കരുണാകരന് സംഭവിച്ച അതേ ഗതികേടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കരുണാകരൻ ഉരുളച്ചോറ് കൊടുത്ത് വളർത്തിയ അനന്തരവന്മാർ അവർ അദ്ദേഹത്തിനെതിരെ വാളെടുക്കും തിരുത്തൽവാദികളായിട്ട് മാറി. തക്കം പാർത്തിരുന്ന ഉമ്മൻചാണ്ടി അടക്കമുള്ള ഗ്രൂപ്പുകാർ നേതൃമാറ്റം ആവശ്യപ്പെടുകയും അതുവരെ അദ്ദേഹം വഴിവിട്ട് പ്രീണിപ്പിച്ചിരുന്ന ഘടകകക്ഷികൾ, മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും മറ്റ് കക്ഷികളാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിനെതിരെ തിരിയുകയും അവസാന സമയത്ത് ഹൈക്കമാൻഡ് പോലും ലീഡറെ തള്ളിപ്പറയുകയും ചെയ്തു. അങ്ങനെയാണ് കരുണാകരൻ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് ബാണ്ണക്കെട്ടുമായിട്ട് പോകേണ്ടത്. പിണറായി വിജയനെ സംബന്ധിച്ചുള്ള കേന്ദ്രമില്ല. ഇവിടുന്ന് വിട്ടാൽ പിന്നെ പുള്ളിക്ക് കണ്ണൂർക്ക് ധർമ്മടത്തേക്ക് പോകാൻ മാർഗമുള്ളൂ. അങ്ങനെ ഒരു ഗതികേടിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. RSS ബന്ധത്തെക്കുറിച്ച്
ഇന്നേ ദിവസം വരെ അദ്ദേഹം ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ADGP അജിത് കുമാർ എന്തിനു വേണ്ടി രാം മാധവനെ കണ്ടു, എന്തിനു വേണ്ടി ഹൊസബോളയെ കണ്ടു എന്നുള്ളതിന് യാതൊരു വിശദീകരണവും അജിത് കുമാർ നൽകിയിട്ടില്ല, മുഖ്യമന്ത്രി നൽകിയിട്ടില്ല, ശശി നൽകിയിട്ടില്ല. എന്തുകൊണ്ട് നൽകിയില്ല എന്ന ചോദ്യം, അതിന് ഉത്തരം കാതടപ്പിക്കുന്ന നിശബ്ദതയാണ്. ഇതുവരെ ക്യാപ്സൂൾ നിർമ്മിച്ചിരുന്ന ആളുകളൊക്കെ നിശബ്ദരായിരിക്കുന്നു. ന്യായീകരണ തൊഴിലാളികളെല്ലാവരും മാളത്തിലാണ്. എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു ഹിറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അവർക്ക് രംഗത്തിറങ്ങാനായിട്ട്. പിന്നെ ഇതിന് വേറെ സാമുദായികമായ ഒരു തലവും കൂടി ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ അൻവറാണെങ്കിലും KT ജലീലാണെങ്കിലും കാരാട്ട് റസാഖാണെങ്കിലും അവരുടെ പിന്നിൽ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി ചാനലാണെങ്കിലും മാധ്യമം, സിറാജ്, ചന്ദ്രിക മുതലായ പത്രങ്ങളാണെങ്കിലും ഒക്കെ മുഖ്യമന്ത്രി സംഘപരിവാറുകാരനാണ്, സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാരനാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ പൊതുവിലും മുസ്ലിം സമുദായ അംഗങ്ങൾക്കിടയിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഇന്നലെ വരെ മുഖ്യമന്ത്രി വിശ്വസിച്ചു ഇദ്ദേഹം ഒരു മതേതരനാണ്, RSS വിരുദ്ധനാണ്, ബ്രണ്ണൻകോളയിൽ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ നിർഭയനായി നടന്നു നീങ്ങിയ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാണ്. വാടിക്കൽ രാമകൃഷ്ണൻ എന്നൊരു RSSകാരനെ തലശ്ശേരി ടൗണിലിട്ട് മഴ കൊണ്ട് വെട്ടിക്കൊന്ന കേസിൽ 1-ാം പ്രതിയാണ് എന്നൊക്കെയുള്ള വിശ്വാസത്തിലും എന്ന ധൈര്യത്തിലുമാണ് അവർ ഇതുവരെ ജീവിച്ചിരുന്നത്. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് രാം മാധവൻ്റെ അടുത്തേക്ക്, ഹൊസബോളയുടെ അടുത്തേക്കും ഒക്കെ രഹസ്യമായിട്ട് ദൂതനം പറഞ്ഞു വിടുന്ന ഒരാളാണ്, ഒരു ട്രോജൻ കുതിരയാണ് ഇവർ ഇന്നലെ വരെ വിശ്വസിച്ച, അല്ലെങ്കിൽ ഇന്ന് കാലത്ത് വരെ വിശ്വസിച്ച പിണറായി വിജയൻ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു ആശയക്കുഴപ്പത്തിലൂടെയാണ് സംസാരം കടന്നു പോകുന്നത്. മതേതരവാദികൾ, പുരോഗമന ചിന്താധിക്കാർ, നവോത്ഥാനക്കാർ എല്ലാവരും വല്ലാത്ത ഒരു ഷോക്കിലാണ്. ആർക്കും ഇതേക്കുറിച്ച് ഒന്നും പ്രതികരിക്കാനില്ല. മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് ഇതിന് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഈ കടന്നലുകളൊക്കെ മൂളിക്കൊണ്ട് പറന്നു വന്നത്. ഇപ്പോൾ കടന്നലുകളെല്ലാവരും വിശ്രമത്തിലാണ്, അല്ലെങ്കിൽ ഹൈബർനേഷനിലാണ്. അവരെപ്പോൾ വരും നമുക്ക് പറയാൻ പറ്റുകയില്ല. ഏതായാലും മുഖ്യമന്ത്രിയുടെ സ്ഥിതി കുറച്ച് കുഴപ്പത്തിലാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, സംഘപരിവാറുമായി വിദൂര ബന്ധമുണ്ട് എന്ന ആക്ഷേപത്തിൻ്റെ പുറത്താണ്, എന്നാൽ സംശയത്തിൻ്റെ പുറത്താണ് TP സെൻകുമാറിനെ പോലീസ് മേധാവിയുടെ സ്ഥാനത്ത് മാറ്റിയത്. കേരളം കണ്ട പ്രഗത്ഭനായ ഒരു പോലീസ് മേധാവിയായിരുന്നു സെൻകുമാർ. അദ്ദേഹത്തെ നിയമിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്തത് സെൻകുമാറിനെ വനവാസത്തിന് അയക്കലായിരുന്നു. സെൻകുമാർ പിന്നീട് കേസ് കൊടുത്ത് ആ സ്ഥാനത്ത് തിരിച്ചു വന്നു. അതുപോലെ തന്നെ പ്രഗത്ഭ ഉദ്യോഗസ്ഥനായിരുന്ന ജേക്കബ് തോമസിനെ അദ്ദേഹം സത്യസന്ധമായിട്ടും നിർഭയമായിട്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റി എന്ന കാരണത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അദ്ദേഹത്തിന് അർഹമായ പ്രൊമോഷൻ നിഷേധിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിൽ സംഘപരിവാർ ബന്ധം ആരോപിച്ചു. അതൊക്കെ ആരോപിച്ച ആളാണ് ഇപ്പോൾ അജിത് കുമാറിനെ താലോലിച്ച് ഒക്കത്തിരുത്തി പാല് കൊടുത്ത് പരിപോഷിപ്പിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്കുള്ളൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. അതിപ്പോൾ CPMകാർക്ക് പോലും മനസ്സിലായി, ഗോവിന്ദൻ മാഷിനും ബിനോയ് വിശ്വത്തിനും വരെ മനസ്സിലായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വിവാദങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അഭ്യൂഹങ്ങളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗുണഫലം എന്ന് ഞാൻ വിചാരിക്കും.